ഭക്തരായ നമ്മുടെ ഓരോ പെരുമാറ്റവും എങ്ങനെയായിരിക്കണമെന്ന് ബാബ പറയുന്നുണ്ട്. എന്തെങ്കിലും ബന്ധമോ സംസർഗമോ ഇല്ലാതെ യാതൊരാളും യാതൊരിടത്തും പോവില്ല. ഏതെങ്കിലും ഒരു മനുഷ്യനോ ജീവിയോ നിങ്ങളുടെ അടുത്തു വന്നാൽ അപമര്യാദയായി ഒരിക്കലും ആട്ടി ഓടിക്കരുത്. അവയെ നല്ല നിലയിൽ സ്വീകരിച്ച് ബഹുമാനത്തോടുകൂടി പെരുമാറുക. നിങ്ങൾ ദാഹിക്കുന്നവന് വെള്ളവും വിശക്കുന്നവന് ഭക്ഷണവും നഗ്നന് വസ്ത്രവും അപരിചിതന് വിശ്രമിക്കാൻ നിങ്ങളുടെ കോലായും കൊടുത്താൽ ശ്രീഹരി തീർച്ചയായും പ്രസാദിക്കും. ആരെങ്കിലും പണം ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ കൊടുക്കേണ്ട. പക്ഷേ അയാൾക്കു നേരെ നായയെപ്പോലെ കുരയ്ക്കാതിരിക്കുവിൻ. ആരെങ്കിലും നിങ്ങൾക്കെതിരെ 100 കൂട്ടം പറഞ്ഞാലും ചീത്തയായ ഒരു മറുപടിയും പറയാതിരിക്കുവിൻ. നിങ്ങളെപ്പോഴും ഇങ്ങനെ പെരുമാറിയാൽ നിങ്ങൾ തീർച്ചയായും സന്തുഷ്ടനാവും. ലോകം തലകീഴായി മറിഞ്ഞോട്ടെ, നിങ്ങളിരിക്കുന്നിടത്ത് ഇരുന്നു കൊള്ളുവിൻ. നിങ്ങളുടെ സ്ഥാനത്തിരുന്നോ നിന്നോ ശാന്തനായി നിങ്ങളുടെ മുന്നിലൂടെ പോകുന്ന കാഴ്ച നോക്കിക്കാണുവിൻ. നിങ്ങളെ എന്നിൽ നിന്ന് വേർതിരിക്കുന്ന മതിൽ പൊളിക്കുവിൻ. എന്നാൽ നമ്മുടെ കൂടിക്കാഴ്ചയ്ക്കുള്ള വീതി തുറന്ന് വ്യക്തമായി കാണാം. നീ ഞാൻ എന്ന വ്യത്യസ്ത മനോഭാവമാണ് ശിഷ്യനെ ഗുരുവിൽ നിന്നകറ്റുന്നത്. അത് നശിപ്പിച്ചാലല്ലാതെ ഗുരുശിഷ്യഭാവങ്ങളുടെ ഐക്യം സാധ്യമാവുന്നില്ല. അള്ളാ മാലിക് മറ്റാരും നമുക്കുടമയല്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പദ്ധതി അസാധാരണവും അമൂല്യവും അനിർവചനീയവുമാണ്. അദ്ദേഹത്തിൻ്റെ ഇച്ഛ പോലെ നടക്കും. അദ്ദേഹം ആഗ്രഹപൂർത്തി വരുത്തി നമ്മെ നേർവഴി കാണിക്കും. ഋണാനുബന്ധം അഥവാ മുൻബന്ധം കൊണ്ടാണ് നാം ഒന്നിച്ചു ചേരുന്നത്. നമുക്ക് അന്യോന്യം സേവനം ചെയ്ത് സന്തുഷ്ടരാവുക. ജീവിതത്തിൻ്റെ പരമലക്ഷ്യം നേടുന്നവൻ സന്തുഷ്ടനും അമരനുമാണ്. ഒരിക്കൽ ബാബയുടെ ഒരു ഭക്തൻ മറ്റൊരാളെ അയാൾ കേൾക്കാതെ പരദൂഷണം പറഞ്ഞു. അയാളുടെ ഗുണഗണങ്ങളെ പറയാതെ കുറ്റങ്ങളും കുറവുകളും പുച്ഛരൂപേണ പറഞ്ഞ് കേൾക്കുന്നവർ കൂടി മടുപ്പു തോന്നി. സ്വതവേ മനുഷ്യർക്ക് മറ്റുള്ളവരുടെ അപവാദം പറയുന്ന സ്വഭാവമുണ്ടല്ലോ. ഇത് തെറ്റിദ്ധാരണയ്ക്കും വിരോധത്തിനും കാരണമാവുന്നു. ഋഷിമാർ അപവാദത്തെ മറ്റൊരു തരത്തിലാണ് കാണുന്നത്. അവർ പറയുന്നത് അഴുക്കുകളയാൻ പല മാർഗങ്ങളുണ്ട്. എന്നാൽ പരദൂഷണക്കാരൻ്റേത് ഒരു പ്രത്യേകതരം അഴുക്കുകളയൽ സമ്പ്രദായമാണ്. അയാൾ മറ്റുള്ളവരുടെ കുറ്റം അയാളുടെ നാക്കുകൊണ്ട് വൃത്തിയാക്കുന്നു. അങ്ങനെ അയാൾ കുറ്റം പറയുന്ന ആളെ ഒരു തരത്തിൽ സേവനം നടത്തുന്നു. അതിന് കുറ്റം പറയുന്നവനോട് കുറ്റം പറയപ്പെട്ടവൻ നന്ദി പറയേണ്ടതുമാണ്. സായിബാബയ്ക്ക് പരദൂഷണക്കാരൻ്റെ തെറ്റുതിരുത്താൻ ഒരു പ്രത്യേക മാർഗമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ സർവന്തരാമിത്യം കൊണ്ട് പരദൂഷണക്കാരൻ ചെയ്തതെല്ലാം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അയാളെ ഉച്ചസമയത്ത് ബാബ ലണ്ടിത്തോട്ടത്തിലേക്ക് പോകും വഴി കണ്ടപ്പോൾ അമേദ്യം തിന്നുന്ന ഒരു പന്നിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബാബ ഇപ്രകാരം പറഞ്ഞു, നോക്ക് എങ്ങനെ എന്തൊരാസ്വാദനത്തോടു കൂടിയാണ് ഇത് അമേദ്യം സേവിക്കുന്നത്. നിന്റെ സ്വഭാവവും ഇതുപോലെയാണ്. നീ നിന്റെ സഹോദരങ്ങളെ മനസ്സിന് തൃപ്തി വരുവോളം അപലപിക്കുന്നു. എത്രയോ പുണ്യം ചെയ്തതിൻ്റെ ഫലമാണ് നീ മനുഷ്യനായി പിറന്നത്. എന്നിട്ട് നീ ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഷിരിഡി നിന്നെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ പോകുന്നുണ്ടോ? ഭക്തൻ ഈ പാഠം മനസ്സിലാക്കിയാണ് അവിടുന്ന് പോയതെന്ന് പറയാനില്ലല്ലോ. ഇത്തരത്തിൽ ബാബ അവസരം കിട്ടുമ്പോഴെല്ലാം ഉപദേശം കൊടുത്തുകൊണ്ടിരുന്നു. ഈ വക കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ആധ്യാത്മിക ലക്ഷ്യം വളരെ ദൂരെയൊന്നുമല്ല. ഒരു പഴഞ്ചൊല്ലുണ്ട്, എൻ്റെ ഹരിയുണ്ടെങ്കിൽ എനിക്ക് കട്ടിലിൽ വെച്ച് ഭക്ഷണം തരും എന്ന്. ഇത് ഭക്ഷണവസ്ത്രാദികളെപ്പറ്റി ശരിയാവാം. പക്ഷേ ഇത് വിശ്വസിച്ച് ഒരാൾ ഒന്നും ചെയ്യാതെ ചുമ്മാതിരുന്നാൽ ആധ്യാത്മിക കാര്യങ്ങളിൽ അവൻ നശിച്ചു പോവുക തന്നെ ചെയ്യും. ആധ്യാത്മജ്ഞാനത്തിന് ഒരുവൻ അങ്ങേയറ്റം പരിശ്രമിക്കുക തന്നെ വേണം. എത്രമാത്രം അധ്വാനിക്കുന്നുവോ അത്രത്തോളം അയാൾക്ക് മെച്ചമാണ്. പുത്രവത്സലയായ അമ്മ ഫലവത്തും പക്ഷേ കയ്പുള്ളതുമായ മരുന്ന് കുട്ടിയെ ബലം പ്രയോഗിച്ച് കുടിപ്പിക്കും പോലെ സായിബാബ ഭക്തന്മാർക്ക് ആധ്യാത്മിക ഉപദേശങ്ങൾ നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പ്രദായം രഹസ്യമോ മൂടുപടമിട്ടതോ അല്ല, തുറന്നതാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച ഭക്തന്മാർ അതിൻ്റെ നേട്ടങ്ങളും സിദ്ധിച്ചു. സായിബാബയെ പോലെയുള്ള സദ്ഗുരു നമ്മുടെ കണ്ണു തുറന്നു തരുന്നു. എന്നിട്ട് ആത്മാവിൻ്റെ ദിവ്യ സൗന്ദര്യത്തെ കാണിച്ചു തന്നു. നമ്മുടെ ഭക്തിക്കൊപ്പമുള്ള കുരുന്നുമോഹങ്ങളെ സാധിപ്പിച്ചു തരുന്നു. ഇത് ചെയ്തു കഴിയുമ്പോഴേക്കും നമ്മുടെ ഇന്ദ്രിയ സുഖേച്ഛ ഇല്ലാതാവുന്നു. ഇരട്ട ഫലങ്ങളായ വിവേകവും വൈരാഗ്യവും നമുക്ക് കരഗതമാവുന്നു. അപ്പോൾ സ്വപ്നത്തിൽ പോലും ജ്ഞാനം പൊട്ടിമുളയ്ക്കുന്നു. ഇതെല്ലാം നമുക്ക് സിദ്ധിക്കുന്നത് യോഗീശ്വരന്മാരായ സദ്ഗുരുക്കളുടെ സമ്പർക്കത്തിൽ നിന്നാണ്. അവരെ ഉപചരിച്ച് പ്രീതി സമ്പാദിക്കുക. ഭക്തജനഹിതം സാധിപ്പിക്കുന്ന ഭഗവാൻ നമ്മുടെ സഹായത്തിനെത്തുന്നു. നമ്മുടെ കഷ്ടതകളും കുഴപ്പങ്ങളും ഇല്ലായ്മ ചെയ്ത് നമ്മെ സന്തുഷ്ടരാക്കുന്നു. ഈ പുരോഗമനം ദൈവമായി കരുതുന്ന സദ്ഗുരുവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് സിദ്ധിക്കുന്നത്. അതുകൊണ്ട് നാം എപ്പോഴും സദ്ഗുരുവിൻ്റെ പുറകെ പോയി അദ്ദേഹത്തിൻ്റെ കഥകൾ കേട്ട് കാൽക്കൽ വീണ് ഉപചരിക്കണം. ഇത് മനസ്സിൽ വെച്ച് പ്രവർത്തിച്ചാൽ ഓരോ ഭക്തർക്കും അതിൻ്റെതായ ഗുണം കിട്ടുമെന്നുറപ്പാണ്.
ഇത് കേൾക്കാനും പ്രവർത്തിക്കാനും ഭാഗ്യം ലഭിച്ച എല്ലാവർക്കും സായിബാബയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. ഓം സായിറാം. हर पल करूं मैं तेरा ध्यान साईं, तेरा ध्यान साईं, तेरा ध्यान